Like the waves pull you down underwater. We're fun until we hit the bottom. And we do it all again and again and again and again. നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ച് റോഡിലാണ്. ബീച്ച് റോഡിൽ ഇതേ ഒരു 600 GT ഹോണ്ട CBR 1000cc. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം എന്താണ് നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ നമ്മുടെ മാക്ബുക്ക് സർവീസ് ചെയ്യാൻ ഇവിടെ വന്നു സർവീസ് ചെയ്തു, എൻ്റെ വണ്ടി സർവീസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് നിന്നും കണ്ണൂരേക്ക് തിരിച്ചു പോകുമ്പോൾ കാഴ്ചയാണ്. പക്ഷേ നമ്മൾ വന്നതും പോകുന്നതും ഒരേ റൂട്ടിലാണെങ്കിലും കാണുന്ന കാഴ്ചകൾ വളരെ വ്യത്യസ്തമായിരിക്കും കേട്ടോ. അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് എനിക്കറിയില്ല. കാരണം എൻ്റെ ഒരു വീഡിയോ പോലും പ്ലാൻഡോ സ്ക്രിപ്റ്റഡോ അല്ല. സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ ശരി, വിടാം നേരെ കണ്ണൂരേക്ക്. കോഴിക്കോട് ടു കണ്ണൂർ. നല്ല ബ്ലോക്കാണല്ലോ ഈ വണ്ടിക്കാരെ ഇവിടെ വെച്ചിട്ട്. ചങ്ങാതി അവിടെ വെച്ചിട്ട് സാധനം കൊടുക്കുന്നത്, അതാണ് ബ്ലോക്ക് കേട്ടോ. കണ്ടോ നിങ്ങൾ, ഗോപ്രോ ഇവിടെ വെച്ചതാണ്. ഇവിടെ വെച്ചിടന്ന് താഴെ വീണ്ട് പൊട്ടി പീസ് പറക്കാന്നെല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഫുള്ള് കണ്ടകശിനി കേട്ടോ. കാരണം എൻ്റെ ലാപ്പും പോയി, ഗോപ്രോവും പോയി, വീലോട് വീലാം. ആരാ എനിക്ക് മുട്ടയിൽ കൂടോട്ടം ചെയ്തേ? നീ ആടാ എനിക്ക് തോന്നുന്നു മിക്കവാറും. ഇവിടെ കണ്ടോ നിങ്ങളൊരു 600i 2 ഉണ്ട്, 600 GT ഉണ്ട്. ഷോറൂമിൻ്റെ അകത്ത് വേറൊരു ഉണ്ട്. എല്ലാം ബെനലി ശരിക്കും കമ്പനി ഡീലർഷിപ്പ് ഇവർക്ക് കൊടുക്കണം എൻ്റെ അഭിപ്രായം കേട്ടോ. കോഴിക്കോടേക്ക് ബൈക്കേഴ്സ് ലോഞ്ചിന്. കാരണം അവരെ മൊത്തം വണ്ടികൾ ഇവിടെ ഉള്ളത്. പോവാ ജസീല, മുതലാളി പോട്ടാ. ഒന്ന് ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ ആരെങ്കിലും വന്നേ. കീശില്ലാതെ വന്നാൽ മതി. ഇന്ന് ഇങ്ങോട്ട് വരുമോ? ഇന്ന് ഇങ്ങോട്ട് തരാം. താങ്ക് യു മാത്രമേ ഉള്ളല്ലേ, വേറെ ഒന്നും ഇല്ലല്ലേ. അങ്ങനെ കൈമുടക്കിന്ന് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ എന്നെ മുതലായിക്കോളും. എന്തായാലും ഞാൻ മുതലായിക്കോളും. തിരിച്ച് പോവാണ്. എല്ലാത്തിനും തീരുമാനമായി. ഗോപ്രോയുടെ കാര്യത്തിൽ തീരുമാനമായി, ലാപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനം ആകേണ്ട വേറെ ഉണ്ടോ എന്ന് നോക്കേണ്ട വർക്ക് വരും. ഗോപ്രോ അതന്നെ എല്ലാം പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊയിലാണ്ടി എത്തി. ജെസ്സിയിൽ ടാറ്റ ആവുക കേട്ടോ. അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ലാപ്ടോപ്പ് സർവീസ് കൊടുക്കാനാണ് ഞാൻ കോഴിക്കോടേക്ക് പോയത്. അപ്പം പോയിട്ട് സർവീസ് കൊടുത്തു. അപ്പോൾ എനിക്ക് ലാപ്ടോപ്പ് ഇല്ല, ഇനി ഒരു മാസത്തേക്ക് എൻ്റെ ലാപ്ടോപ്പിന് നോക്കണ്ട. എഡിറ്റിംഗ് ഒക്കെ പ്രശ്നമാണല്ലോ. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ജസീലിൻ്റെ അടുത്തൊരു ലാപ്പ് ഉണ്ട്. അപ്പോൾ അവനത് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടോ തൽക്കാലത്ത് ഉപയോഗിക്കാൻ. അത് വാങ്ങാനാണ്. ഇട്ടോളൂ എടാ. പ്ലാസ്റ്റിക് സഞ്ചിൻ്റെ അടുത്തുണ്ടോ? അതിലുണ്ടല്ലോ, കുഴപ്പമില്ല, ഫൈൻ. അതിൻ്റെ ഇതോ ചാർജർ കുഴപ്പമില്ല, ഞാൻ പുറത്തുനിന്ന് ബാക്ക് ചെയ്തോളൂ. ഇട്ടോട്ടോ ആ ചാർജറും കിട്ടുന്നു. ബാക്കിൻ്റെ ചാർജർ യൂസ് ചെയ്യാൻ പറ്റുമോ? അത് തന്നെയാ മറ്റേ സി ടൈപ്പ് തന്നെയാ തന്നെ? ഓക്കെ ഫൈൻ. അപ്പം താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. കാരണം ഈ ഒരു സാധനം കിട്ടിയോണ്ട് എന്താ പറയുക, നമ്മളെ എപ്പിസോഡ് എടുത്തിയോ. അല്ല ഇത് വെയിറ്റ് ഒന്നുമില്ലല്ലേ, ഭയങ്കര വെയിറ്റ്ലെസ് ആണുള്ളത്.
അപ്പം അങ്ങനെ നമുക്ക് പോവാം. ആ കാറ് ഇത് ഓരോ കാറാട്ടോ, ഇതെടുത്തിട്ടാണ് എറണാകുളം ട്രിവാൻഡ്രം പോകുന്നത്. ഫോനും പോയി ഇനി നമുക്ക് മെല്ലെ നമ്മളെ വീട്ടിലേക്ക്. നല്ല ബ്ലോക്കാണല്ലോ. പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ടിരിക്കും കേട്ടോ. സമയം 3:30 മണിയാണ്. അപ്പോൾ ആൾക്കാർ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്നതായിരിക്കും. പക്ഷെ 5 മണി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ഉണ്ടാവില്ല, ഒരു മനുഷ്യനുണ്ടാവില്ല പുറത്ത്. പല ജില്ലകളിൽ 5 മണിക്ക് ശേഷം കടകൾ തുറക്കാൻ പാടില്ല എന്നൊക്കെ റൂൾസ് ഉള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, പോകുമ്പോൾ നമ്മൾ സെയിം വഴിയാണ് പോകുന്നതെങ്കിലും പോകുമ്പോൾ വേറെ വേറെ കാഴ്ചയിരിക്കുന്നു കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലായിരുന്നു. നല്ല മഴയാണ്, ഈ വരുന്നവർക്ക് കനത്ത മഴയായിരുന്നു. അതാണ് ഞാൻ ക്യാമറ ഓണാക്കാനാക്കായിരുന്നു. കാരണം വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലാഷ് കൊണ്ടൊന്നും കാണൂല നിങ്ങൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. ഇപ്പം പാനൂർ എത്താറായി. കുഞ്ഞിപ്പള്ളി നിന്ന് വലത്തോട്ട് കയറി പാനൂർ റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. ഹായ് പറഞ്ഞു. ഞാൻ അവിടുന്ന് പമ്പിന് എണ്ണ അടിച്ചിട്ട് ഇതിൻ്റെ ബാറ്ററി തീർന്നുപോയി. ബാറ്ററി തീർന്നിട്ട് റെക്കോർഡ് ഒന്നും ഇല്ല കേട്ടോ, അങ്ങനെ നിർത്തിയാണ്. ഇതൊരു ഖത്തർ കേട്ടോ. അതെ, വണ്ടീൻ്റെ പുറകിൽ ഖത്തറിൻ്റെ കിങ്ങിൻ്റെ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ അങ്ങനെ ഓരോ വണ്ടീൻ്റെ ബേക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ദുബായ് ആണോ ഖത്തറാണോ സൗദി ആണോ എന്നുള്ളത്. അപ്പം എന്നെ കണ്ടിട്ട് ചേസ് ചെയ്ത് പിടിച്ചതാ. ഇത് വേറെ എന്ത് സുഖം. ബൈ. ഗ്ലൗസിന് അടിച്ചു, ഒരു കുഴപ്പമില്ല. ഓക്കെ ബ്രോ, ശരി ബ്രോ. അപ്പം നമുക്ക് പോവാം. അല്ല, എല്ലാവരും ചോദിക്കുന്ന ആമിനേൻ്റെ കാര്യമാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് തന്നെയാണ്, കഷ്ടപ്പാടാണ് ബ്രോ, ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ 16-നുള്ളിൽ ആമിനേനെ അസർബൈജാനിൽ റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ വണ്ടി കൊണ്ടുവരുന്ന കാര്യം സംശയം കേട്ടോ. അത് അവിടെ കിടന്ന് തുരുമ്പെടുത്തിട്ട് ചാവും, നശിക്കുന്നല്ലാണ്ട് നോ വേ. അതെ, മനസ്സിലാവും. എടാ കോഴിക്കോട് നിന്നോ? ഇവരെ നിർത്തിച്ചാ അത് കൂടി ഇപ്പൊ ചൊറ തന്നെയാണ്. എന്താ വിശേഷം? സംഭവം അങ്ങോട്ട് പോകുമ്പോൾ കുറേ സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടോ. ഞാൻ പിന്നെ കാണിക്കാതിരുന്നതാണ്. കാരണം ഒരു എപ്പിസോഡ് ഞാൻ കാണിച്ചിരുന്നു, ഫുള്ള് സ്റ്റോപ്പ് ചെയ്ത് വരുന്നത്. അപ്പം ചിലപ്പോൾ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്തെങ്കിലും ഇതുണ്ടാവും. കാരണം എല്ലാവരും ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കാണിക്കുമ്പം ചില ആൾക്കാരെ വിചാരിക്കും ഇവർക്ക് എന്തൊക്കെ ഭ്രാന്താണ് ഇവരിങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ. പക്ഷേ എങ്കിൽ ഇന്നും അതേപോലെ സ്റ്റോപ്പ് ചെയ്തിരുന്നു പല സ്ഥലങ്ങളിലായിട്ട്. സന്തോഷം കണ്ടു. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്നത് കൈ കാണിച്ച് നമ്മൾ നിർത്തും, സംസാരിക്കും, അവരോട് വർത്തമാനം പറയും, എന്നിട്ട് ടാറ്റ പറയും. Do it all again and again and again and again, again and again and again and again. We're falling down, we faded, but I know that we can save it. 'Cause we're like Alpha and Omega. Whatever happens doesn't matter, I know we can sort it out. Alpha and Omega. ബാ, എത്ര എണ്ണം വേണം? എന്താ അവസ്ഥ? ഇതല്ലടാ അങ്ങനെ പോകുന്നുണ്ട്. അടിപൊളി. ഓ അങ്ങനെ, ഞാൻ മെല്ലെ അവിടെ വരുന്നു, ഓവർ സ്പീഡൊന്നും ഇല്ലാണ്ട്.
ഓക്കേടാ. എടാ ഞാൻ കോഴിക്കോട് പോയതാടാ. ഓ വാ ആടാ പാടാ. ഇതല്ല ബ്രോ, എന്താ അവസ്ഥ? എടുത്തൊക്കെ പോയിനി? ഓ ഞാൻ നിങ്ങളെ മുമ്പിലെ ബേക്കിലടി ഉണ്ടല്ലോ. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നത്. അല്ല ഓനെ കൈയാണിച്ച് നിർത്തിച്ചു തന്നെ. കൈയാണിച്ച് പോയാനോ? ഓ അങ്ങനെ ഒന്നുമില്ലടാ. എൻ്റെ ലാപ്ടോപ്പ് എല്ലാം കൂടി ഫുൾ പാളീസായി. എൻ്റെ ഡിസ്പ്ലേ എല്ലാം അടിച്ചു പോയി. വേറെന്താ സുഖം? എങ്ങോട്ടൊക്കെ പോണേ? താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓ വാടാ. ആ എവിടത്തേക്കാ പോണേ? എവിടത്തേക്കാ? ആ റൈഡിങ് ജാക്കറ്റിനുള്ള എന്തെങ്കിലും പൊന്തി കിടക്കുന്നുണ്ടോ? നല്ല സാധനമാണല്ലോ. ഞാൻ വീട്ടിലേക്കാ. ഇവിടെ ഹായ് ബ്രോ. എന്തല്ല എഴുതേ അതെടി സ്ഥലോ? അടിപൊളി. ആ താങ്ക് യു താങ്ക് യു താങ്ക് യു. കൂടെ നമ്മളങ്ങനെ മട്ടന്നൂരെത്തി കേട്ടോ. സമയം 5:30 മണിയായി. മട്ടന്നൂരെത്തി. കാരണം വരുമ്പോൾ റോഡ് കുറേ സ്ഥലത്ത് എം ടി ആയതുകൊണ്ട്, ചേച്ചി സൈഡിൽ നോക്കിയിട്ട് തുള്ളു. റോഡ് കുറേ സ്ഥലത്ത് എം ടി ആയതുകൊണ്ട് നമുക്ക് പിന്നെ കുറച്ച് വേഗം വരാൻ പറ്റി. പമ്പം പമ്പര പമ്പം പമ്പരം. ഓന് പുറത്ത് കൈയിട്ടിട്ട് മൊബൈലിൻ്റെ കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ടൈപ്പിൽ ആക്ഷനെല്ലാം കാണിക്കുന്നു. എൻ്റെ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മനസ്സിലാവും. എന്തായിരുന്നു ഇന്ന് മുഖം ഒന്ന് കാണിച്ചേ? ഓക്കെ ഹായ് ബ്രോ. എന്താ അവസ്ഥ? എടാ ഞാൻ കോഴിക്കോട് പോയതാ. അപ്പം വെച്ചാണല്ലോ. അടിപൊളി. എന്തോ പരിപാടി എന്നിട്ട്? നെക്സ്റ്റ് എവിടെ? ഏത് സൈഡിലോ? അടുത്തന്നെ. അല്ല എനിക്ക് കൊറോണ പേടിയില്ല. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കൊറോണ അങ്ങോട്ട് തരാനുണ്ട്. അങ്ങനത്തെ പേടിയൊന്നുമില്ല കേട്ടോ. എന്താ പരിപാടി? അങ്ങനെ രണ്ടാമത്തെ പോലീസ് ഒക്കൽ മിററിലേക്ക് കൂടെ കണ്ടോ ബേക്കിൽ. പിന്നെയും എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് മീറ്റപ്പോൾ പോലീസ് പിടിച്ച്. അത് കണ്ടോ നിങ്ങൾ? എന്നുവെച്ചാൽ ആൾക്കാർ വന്നു, ഒരാൾ വന്നു, ഞാൻ നിർത്തി ഫോട്ടോ എടുത്ത് നമ്മളെ മൂവ് ചെയ്യുമ്പോഴേക്ക് അടുത്ത ആൾക്കാർ വന്നു. പക്ഷെ അവർ 4-5 പേരുണ്ട്. അതാ പറ്റിയത്. നേരെ പുറകിൽ പോലീസ് വരുന്നില്ല. ആദ്യമൊക്കെ എടുത്തിട്ട് അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങലാണ്. എന്താ രസമല്ലേ? ആ അടിയാട്ടെ കിട്ടിയില്ലെങ്കിൽ എന്ത് രസം ഉണ്ടാവുമായിരുന്നു. അത് മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയാണ്.
അപ്പോൾ പോലീസുകാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഓക്കെ കുറച്ച് ആൾക്കാരെ കൂടി നിൽക്കുന്നത്. അപ്പോൾ ഓഫ്കോഴ്സ് അവരെ പേടിപ്പിക്കണം. പോലീസ് എന്ന് വെച്ചാൽ പേടിപ്പിക്കണം. അവർ പേടിപ്പിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് പോലീസിനോടുള്ള പേടി പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ വില പോവും. അപ്പോൾ അവരെന്തായാലും കിട്ടാവുന്ന ഏറ്റവും നല്ല വടിയെടുത്തിട്ട് പിന്നെ അടിക്കും എന്ന് പറഞ്ഞിട്ടൊക്കെ വരും. പിന്നെ പേടിപ്പിച്ചേ പറ്റും. അതാണ് അവരവിടെ ചെയ്തത്. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ, എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണാൻ വരുമ്പോൾ നിർത്തണ്ട, വിട്ടോ എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ പറയും മല്ലു ട്രാവലറിൻ്റെ ജാടയാണ്. ഒരിക്കലും ഈ കമൻറ്റ് ബോക്സിലൊക്കെ എനിക്ക് ജാടയാണ്, അഹങ്കാരം എന്നൊന്നും പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം ഇവരൊന്നും എന്നെ നേരിട്ട് കാണാതെ സംസാരിക്കാതെ പറയുന്നതാണ്. പക്ഷേ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടാണ് ഒരാൾ എനിക്ക് ജാടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. കാരണം ഇതുവരെയായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പം ഒരു വ്യക്തിയെ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് അവരെ പറ്റി അഭിപ്രായം പറയുമ്പോൾ പിന്നെ അത് എന്താ പറയുക, അത് വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലെത്തി. ഇനിയിപ്പോൾ ഞാൻ നേരെ അഖിലിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ ജസീൻ്റെ ലാപ്പിൽ ഫുള്ളും കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം പിന്നെ ഇവിടെ നേരെ വീട്ടിലേക്ക് പോകണമെങ്കിൽ. അപ്പം എന്താ പറയുക, എല്ലാവരോടും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും എൻ്റെ ഫേസ് നിങ്ങൾ കാണില്ല കേട്ടോ. ഇതാണ് അവസ്ഥ. ഒരുപാട് നന്ദി സപ്പോർട്ടിന്. പിന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.